ഹലോ എവറി വൺ, ഇറ്റ്സ് മീ ബസിത്ത് കോട്ടപ്പുറം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആലിസ് വാക്കർ എഴുതിയിട്ടുള്ള ദ കളർ പേർപ്പിൾ എന്നുള്ള കൃതിയാണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഒരുപാട് വീഡിയോകൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് പരിശോധിക്കാവുന്നതാണ്. സോ നമുക്ക് നേരെ ഈ കൃതിയിലോട്ട് പോകാം. സിലി അവരാണ് ദ പ്രൊട്ടഗോണിസ്റ്റ് ആൻഡ് നറേറ്റർ ഓഫ് ദ കളർ പേർപ്പിൾ. ഇതിലെ പ്രൊട്ടഗോണിസ്റ്റും നറേറ്ററൊക്കെ is a poor, uneducated 14-year-old black girl. വളരെ പാവപ്പെട്ടിട്ടുള്ള വിദ്യാഭ്യാസമില്ലാത്ത 14 വയസ്സുള്ള ബ്ലാക്ക് ആയിട്ടുള്ള റൂറൽ ജോർജിയയിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. സിലി സ്റ്റാർട്സ് റൈറ്റിംഗ് ലെറ്റേഴ്സ് ടു ഗോഡ്. ദൈവത്തിന് കത്തെഴുതാൻ തുടങ്ങുകയാണ് അവൾ. ബിക്കോസ് ഹെർ ഫാദർ അൽഫോൺസോ, തൻ്റെ അച്ഛനായിട്ടുള്ള അൽഫോൺസോ ബീറ്റ്സ് ആൻഡ് റൈപ്സ് ഹെർ, അവളെ അടിക്കുകയും റൈപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. അൽഫോൺസോ ഹാസ് ഓൾറെഡി ഇംപ്രഗ്നേറ്റഡ് സിലി വൺസ്. അൽഫോൺസോ എന്ന് പറയുന്ന ഈ അച്ഛൻ ഒരിക്കൽ സിലിയെ പ്രഗ്നൻ്റ് ആക്കിയിട്ടുണ്ട്. സിലി ഗേവ് ബർത്ത് ടു എ ഗേൾ whom her father stole and presumably killed in the woods. സിലി ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകിയിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ ആ അച്ഛൻ വനങ്ങളിൽ കൊണ്ടുപോയി കൊന്നിട്ടുമുണ്ടായിരുന്നു. സിലി ഹാസ് എ സെക്കൻഡ് ചൈൽഡ്. സിലിക്ക് മറ്റൊരു കുട്ടി കൂടി ഉണ്ടായിട്ടുണ്ട്, എ ബോയ് ഹൂം ഹെർ ഫാദർ ഓൾസോ സ്റ്റീൽസ്. ആ കുട്ടിയെയും തൻ്റെ അച്ഛൻ കൊണ്ടുപോകുന്നുണ്ട്. സിലീസ് മദർ ബിക്കംസ് സീരിയസ്ലി ഇൽ ആൻഡ് ഡൈസ്. സിലിയുടെ അമ്മ ഗുരുതരമായ രോഗം ബാധിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. അൽഫോൺസോ ബ്രിങ്സ് ഹോം എ ന്യൂ വൈഫ് ബട്ട് കണ്ടിന്യൂസ് ടു അബ്യൂസ് സിലി. അങ്ങനെ അൽഫോൺസോ പുതിയൊരു വൈഫിനെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അവരും സിലിയെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. സിലി ആൻഡ് ഹെർ ബ്രൈഡ് പ്രറ്റി യങ് സിസ്റ്റർ നെറ്റി. സിലിക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സിസ്റ്ററുണ്ട്, നെറ്റി. Learn that a man known only as Mr. Dash, Mr. Dash എന്ന് മാത്രം അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ, അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നുള്ളത് കൊടുത്തിട്ടില്ല. വാണ്ട്സ് ടു മാരി നെറ്റി. ആൾക്ക് എന്ത് ചെയ്യണം? നെറ്റിയെ വിവാഹം കഴിക്കണം എന്ന് നെറ്റി അറിയുന്നു. മിസ്റ്റർ ഡാഷ് ഹാസ് എ ലവർ. മിസ്റ്റർ ഡാഷിന് ഒരു ലവറുണ്ട്, നെയ്മഡ് ഷെഗ് ആവറി എന്നു പേരുള്ള എ സെൽട്രി സിംഗറാണ് ആൾ. ഹൂസ് ഫോട്ടോഗ്രാഫ് ഫാസിനേറ്റ്സ് സിലി. അവരുടെ ഫോട്ടോഗ്രാഫ് സിലിയെ നന്നായി വശീകരിക്കുന്നുണ്ട്. അൽഫോൺസോ റെഫ്യൂസസ് ടു ലെറ്റ് നെറ്റി മാരി. പക്ഷേ അൽഫോൺസോ നെറ്റിയെ വിവാഹം ചെയ്തു കൊടുക്കാൻ വിസമ്മതിക്കുന്നു. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫേഴ്സ് മിസ്റ്റർ ഡാഷ്. മിസ്റ്റർ ഡാഷിനെ ഓഫർ ചെയ്യുന്നത് ദ അഗ്ലി സിലി. സിലിയെയാണ്. അഗ്ലി എന്നുള്ളത് അവിടെ കോമട്ട് കൊടുത്തിരിക്കുകയാണ്, കാരണം സിലി അങ്ങനെ ഒരാളായിട്ടാണ് അറിയപ്പെടുന്നത്. ആ രീതിയിലാണ് കൊടുത്തുള്ളത്. ആസ് എ ബ്രൈഡ്, വധുവായിട്ടും. മിസ്റ്റർ ഡാഷ് ഇവൻച്വലി ആക്സെപ്റ്റ്സ് ദ ഓഫർ. അങ്ങനെ മിസ്റ്റർ ഡാഷ് ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടേക്സ് സിലി ഇൻ ടു എ ഡിഫിക്കൽട്ട് ആൻഡ് ചോയ്ലെസ് മാരീഡ് ലൈഫ്. അങ്ങനെ സിലിയെ പ്രയാസകരമായിട്ടുള്ള അസന്തുഷ്ടമായിട്ടുള്ളൊരു വൈവാഹിക ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നു. നെറ്റി റൺസ് അവേ ഫ്രം അൽഫോൺസോ. നെറ്റി അൽഫോൺസോയിൽ നിന്ന് ഓടിപ്പോവുകയും ആൻഡ് ടേക്സ് റെഫ്യൂജ് അറ്റ് സിലീസ് ഹൗസ്. സിലിയുടെ വീട്ടിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു. മിസ്റ്റർ ഡാഷ് സ്റ്റിൽ ഡിസയേഴ്സ് നെറ്റി. മിസ്റ്റർ ഡാഷ് ഇപ്പോഴും നെറ്റിയെ ആഗ്രഹിക്കുന്നു. ആൻഡ് വെൻ ഹി അഡ്വാൻസസ് ഓൺ ഹെർ ഷി ഫ്ലീസ് ഫോർ ഹെർ ഓൺ സേഫ്റ്റി. അവൻ അതുമായി മുന്നോട്ട് വരുമ്പോൾ അവൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഓടി ഒളിക്കുന്നു. നെവർ ഹിയറിംഗ് ഫ്രം നെറ്റി അഗെയിൻ. നെറ്റിയിൽ നിന്ന് ഒന്നും തന്നെ കേൾക്കാതെ സെലി അസ്യൂംസ് ഷീ ഇസ് ഡെഡ്. അവൾ മരണപ്പെട്ടിരിക്കുന്നുവെന്ന് സെലി കരുതുന്നു. മിസ്റ്റർ ഡാഷ് സിസ്റ്റർ കേറ്റ് ഫീൽസ് സോറി ഫോർ സെലി. മിസ്റ്റർ ഡാഷിൻ്റെ സിസ്റ്ററായിട്ടുള്ള കേറ്റിന് സിലിയോട് വളരെയധികം സഹതാപം തോന്നുകയാണ്. And tells her to fight back against Mr. Dash rather than submit to his abuses.
അവൻ്റെ ആക്രമണങ്ങൾക്ക് സമർപ്പിതയാവാതെ നിന്നുകൊടുക്കാതെ മിസ്റ്റർ ഡാഷിനെതിരെ പോരാടുവാൻ അവൾ സെലിയോട് പറയുന്നു. ഹർപ്പോ, മിസ്റ്റർ ഡാഷസ് സൺ, മിസ്റ്റർ ഡാഷിൻ്റെ സണ്ണാണ് ഹർപ്പോ, ഫാൾസ് ഇൻ ലവ് വിത്ത് എ ലാർജ് സ്പങ്കി ഗേൾ നെയ്മഡ് സോഫിയ. സോഫിയ എന്നു പേരുള്ള ഒരു വലിയ പെൺകുട്ടിയുമായിട്ട് അവൻ പ്രണയത്തിലാവുന്നു. ഷെഗ് ഹാവറി എന്ന് പറഞ്ഞാൽ നമ്മുടെ മിസ്റ്റർ ഡാഷിൻ്റെ ലവറാണ്. അവൾ കംസ് ടു ടൗൺ ടു സിങ് അറ്റ് എ ലോക്കൽ ബാറിൽ പാടുവാൻ വേണ്ടി വരുന്നു, ടൗണിലോട്ട് വരുന്നു. ബട്ട് സെലി ഈസ് നോട്ട് അലൗഡ് ടു ഗോ സീ ഹെർ. അവളെ കാണുവാൻ സെലിക്ക് അനുവാദമില്ല. സോഫിയ ബിക്കംസ് പ്രഗ്നൻറ്റ് ആൻഡ് മാരീസ് ഹർപ്പോ. സോഫിയ അവസാനം പ്രഗ്നൻ്റ് ആവുന്നു, എന്നിട്ട് ഹർപ്പോനെ മാരി ചെയ്യുകയും ചെയ്യുന്നു. സെല്ലി ഈസ് അമേസ്ഡ് ബൈ സോഫിയാസ് ഡിഫെൻസ് ഇൻ ദ ഫേസ് ഓഫ് ഹർപ്പോസ് ആൻഡ് മിസ്റ്റർ ഡാഷസ് attempts to treat സോഫിയ ആസ് ആൻ ഇൻഫീരിയർ. മിസ്റ്റർ ഡാഷും ഹർപ്പോയുമൊക്കെ സോഫിയയെ താഴ്ന്ന ഒരാളായിട്ട്, ഇൻഫീരിയറായിട്ട് ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സോഫിയ അതിനെ വളരെയധികം പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ട് സെലി അമേസ്ഡ് ആവുകയാണ്. ഹർപ്പോസ് അറ്റംപ്റ്റ്സ് ടു ബീറ്റ് സോഫിയ ഇൻ ടു സബ്മിഷൻ കൺസിസ്റ്റൻ്റ്ലി ഫെയിൽ. അങ്ങനെ ഹർപ്പോയുടെ പരിശ്രമങ്ങൾ പരാജയപ്പെടുകയാണ്. ആസ് സോഫിയ ഈസ് ബൈ ഫാർ ദ ഫിസിക്കലി സ്ട്രോങ്ങർ ഓഫ് ദ ടു. രണ്ടുപേരെക്കാളും വളരെ ഫിസിക്കലി സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരാളാണ് സോഫിയ. അതുകൊണ്ട് തന്നെ അവരുടെ കളികളൊന്നും അവളോട് നടക്കുന്നില്ല. ഷഗ് ഫാൾസ് ഇൽ. ഷഗ് എന്നുള്ള മിസ്റ്റർ ഡാഷിൻ്റെ ലവർ രോഗിയാകുന്നു. ആൻഡ് മിസ്റ്റർ ഡാഷ് ടേക്സ് ഹെർ ഇൻ ടു ഹിസ് ഹൗസ്. അങ്ങനെ മിസ്റ്റർ ഡാഷ് അവളെ തൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നു. ഷഗ് ഈസ് ഇനീഷ്യലി റൂട്ട് ടു സെലി. ആദ്യം ഷഗ് വളരെ പരുക്കൻ സ്വഭാവമാണ് സിലിയോട് കാണിക്കുന്നത്. ബട്ട് ദ ടു വിമൻ ബിക്കം ഫ്രണ്ട്സ്. പക്ഷേ രണ്ടുപേരും ഫ്രണ്ട്സുകളാവുന്നുണ്ട്. ആസ് സിലി ടേക്സ് ചാർജ് ഓഫ് നേഴ്സിംഗ് ഷഗിനെ പരിചരിക്കുന്ന ഡ്യൂട്ടി സിലി ചെയ്യുമ്പോൾ പിന്നെ രണ്ടുപേരും ഫ്രണ്ട്സായി മാറുന്നു. സിലി ഫൈൻഡ്സ് ഹെർസെൽഫ് ഇൻഫാച്യുവേറ്റഡ് വിത്ത് ഷഗ് ആൻഡ് അട്രാക്റ്റഡ് ടു ഹെർ സെക്ഷലി. അങ്ങനെ രണ്ടുപേരും ഫ്രണ്ട്സ് ആവുന്നു എന്ന് മാത്രമല്ല, ഷഗിനോട് സിലിക്ക് നല്ലൊരു അഭിനിവേശം തോന്നുകയും സെക്ഷലി വളരെയധികം അട്രാക്റ്റഡ് ആവുകയും ചെയ്യുന്നുണ്ട്. ഫ്രസ്ട്രേറ്റഡ് വിത്ത് ഹർപ്പോസ് കൺസിസ്റ്റൻറ്റ് അറ്റംപ്റ്റ്സ് ടു സബോർഡിനേറ്റ് ഹെർ. ഹർപ്പോയുടെ നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോഫിയയെ സബോർഡിനേറ്റ് ചെയ്യാനുള്ള, അവളെ തരം താഴ്ത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ നിരാശയായിട്ട് അവൾ സോഫിയ മൂവ്സ് ഔട്ട് ടേക്കിംഗ് ഹെർ ചിൽഡ്രൻ. തൻ്റെ കുട്ടിയെ എടുത്തുകൊണ്ട് പോകുന്നു. സെവറൽ മന്ത്സ് ലേറ്റർ, ഒരുപാട് മാസങ്ങൾക്ക് ശേഷം ഹർപ്പോ ഓപ്പൺസ് ജൂക്ക് ജോയിൻറ്റ് എന്നു പേരുള്ള ഒരു ഇത് തുറക്കുന്നു. വേർ ഷഗ് സിങ്സ് നൈറ്റ്ലി. ഷഗ് അവിടെ പാടുകയും ചെയ്യുന്നു. സില്ലി ഗ്രോസ് കൺഫ്യൂസ്ഡ് ഓവർ ഹെർ ഫീലിംഗ് ടുവാർഡ്സ് ഷഗിന് നേരെയുള്ള തൻ്റെ ഫീലിങ്ങിൽ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട് സിലിക്ക്. ഷഗ് ഡിസൈഡ്സ് ടു സ്റ്റേ വെൻ ഷി ലേൺസ് ദാറ്റ് മിസ്റ്റർ ഡാഷ് ബീറ്റ്സ് സിലി വെൻ ഷഗ് ഇസ് അവേ. ഷഗ് പുറത്തായിരിക്കുമ്പോൾ മിസ്റ്റർ ഡാഷ് സിലിയെ അടിക്കുന്നുണ്ടെന്ന് ഷഗ് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഷഗ് അവിടെ സ്റ്റേ ചെയ്യാൻ തീരുമാനിക്കുന്നു. ഷഗ് ആൻഡ് സിലീസ് റിലേഷൻഷിപ്പ് ഗ്രോസ് ഇൻറ്റിമേറ്റ്. അങ്ങനെ രണ്ടുപേരുടെയും ബന്ധം കഠിനമാകുന്നു. ആൻഡ് ഷഗ് ബിഗിൻസ് ടു ആസ്ക് സിലി ക്വസ്റ്റ്യൻസ് അബൌട്ട് സെക്സിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങുന്നു ഷഗ്. സോഫിയ റിട്ടേൺസ് ഫോർ എ വിസിറ്റ്. സോഫിയ വീണ്ടും വരികയാണ്. ആൻഡ് പ്രോംപ്റ്റ്ലി ഗെറ്റ്സ് ഇൻ എ ഫൈറ്റ് വിത്ത് ഹർപ്പോസ് ന്യൂ ഗേൾ ഫ്രണ്ട്. ഉടനടി ഹർപ്പോയുടെ പുതിയ ഗേൾ ഫ്രണ്ടുമായിട്ട് ഒരു ഫൈറ്റും നടത്തുന്നു. സ്ക്വീക്ക് എന്നാണ് അവളുടെ പേര്, ഗേൾ ഫ്രണ്ടിൻ്റെ പേര്. ഇൻ ടൗൺ വൺ ഡേ, ടൗണിലൊരിക്കൽ ദ മേയർസ് വൈഫ്
മിസ് മിരി ആസ്ക് സോഫിയോട് ചോദിക്കുന്നു ടു വർക്ക് ആസ് ഹെർ മെയ്ഡ്, അവളുടെ വേലക്കാരിയായിട്ട് വർക്ക് ചെയ്യാൻ. സോഫിയ ആൻസേഴ്സ് വിത്ത് എ സാസി ഹെൽ നൗ, അത് പറ്റില്ലെന്ന് സോഫിയ മറുപടി നൽകുന്നു. വെൻ ദ മേയർ സ്ലാപ്സ് സോഫിയ ഫോർ ഹെർ ഇൻസബോർഡിനേഷൻ, സോഫിയയുടെ അനുസരണക്കേടിന് മേയർ സ്ലാപ്പ് ചെയ്യുന്നുണ്ട്, അടിക്കുന്നുണ്ട് സോഫിയെ. സോ ഷീ റിട്ടേൺസ് ദ ബ്ലോ, അതിന് അവൾക്ക് വളരെയധികം ദേഷ്യം വരുന്നുണ്ട്. നോക്കിങ് ദ മേയർ ഡൗൺ, പിന്നെ സോഫിയ മേയറിനെ ഇടിച്ചു വീഴ്ത്തുകയാണ് ചെയ്യുന്നത്. സോഫിയ ഈസ് സെൻറ്റ് ടു ജയിൽ, അങ്ങനെ സോഫിയ ജയിലിൽ ആക്കപ്പെടുന്നു. സ്ക്വീക്സ് അറ്റംപ്റ്റ്സ് ടു ഗെറ്റ് സോഫിയ ഫ്രീഡ് ആർ ഫ്യൂട്ടൈൽ, സ്ക്വീക്കിൻ്റെ ശ്രമങ്ങൾ, സോഫിയയെ ഫ്രീ ആക്കാനുള്ള ശ്രമങ്ങൾ വൃഥാവിലാകുന്നു. സോഫിയ ഈസ് സെൻറ്റൻസ്ഡ് ടു വർക്ക് ഫോർ 12 years ആസ് ദ മേയേഴ്സ് മെയ്ഡ്, സോഫിയ അങ്ങനെ മേയറിൻ്റെ വേലക്കാരിയായിട്ട് 12 വർഷം വർക്ക് ചെയ്യാൻ വേണ്ടി വിധിക്കപ്പെടുന്നു. ഷഗ് റിട്ടേൺസ് വിത്ത് എ ന്യൂ ഹസ്ബൻഡ്, ഷഗിന് പിന്നെ ഒരു പുതിയ ഭർത്താവ് ഉണ്ടാവുന്നുണ്ട്. ഡിസ്പൈറ്റ് ഹെർ മാരേജ്, കല്യാണം കഴിഞ്ഞെങ്കിലും ഷഗ് ഇൻസ്റ്റിഗേറ്റ്സ് എ സെക്ഷൽ റിലേഷൻഷിപ്പ് വിത്ത് സിലിയുമായിട്ടൊരു സെക്ഷൽ റിലേഷൻഷിപ്പ് നടത്തുന്നുണ്ട് ഷഗ്. ആൻഡ് ദ ടു ഫ്രീക്വൻലി ഷെയർ ദ സെയിം ബെഡ്, രണ്ടുപേരും ഒരേ ബെഡിലാണ് ഇടയ്ക്കിടെ ഉണ്ടാവാറുള്ളത്. വൺ നൈറ്റ് ഷഗ് ആസ്ക്സ് സിലി അബൌട്ട് ഹെർ സിസ്റ്റർ, ഒരു രാത്രി ഷഗ് സിലിയോട് തൻ്റെ സിസ്റ്ററിനെ പറ്റി ചോദിച്ചു. സിലി അസ്യൂംസ് നെറ്റി ഇസ് ഡെഡ്, നെറ്റി മരണപ്പെട്ടിരിക്കുന്നുവെന്നാണ് സിലി വിചാരിക്കുന്നത്. ബിക്കോസ് ഷീ ഹാഡ് പ്രോമിസ്ഡ് ടു റൈറ്റ് ടു സിലി ബട്ട് നെവർ ഡിഡ്, കാരണം നെറ്റി സിലിക്ക് എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അവളത് ചെയ്തിരുന്നില്ല, അപ്പോൾ മരിച്ചു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഷഗ് സെസ് ഷി ഹാസ് സീൻ മിസ്റ്റർ ഡാഷ് ഹൈഡ് അവേ ന്യൂമറസ് മിസ്റ്റീരിയസ് ലെറ്റേഴ്സ് ദാറ്റ് ഹാസ് അറൈവ്ഡ് ഇൻ ദ മെയിൽ. പക്ഷേ ഷഗ് പറയുന്നൊരു കാര്യം, മിസ്റ്റർ ഡാഷ് ഒരുപാട് നിഗൂഢമായിട്ടുള്ള ലെറ്റേഴ്സ് മറച്ചു വെക്കുന്നത് അവൾ കണ്ടിട്ടുണ്ട് എന്നാണ്. അത് മെയിലിലൂടെ വന്ന ഒരുപാട് ലെറ്റേഴ്സ് മറച്ചു വെക്കുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഷഗ് മാനേജ് ടു ഗെറ്റ് ഹെർ ഹാൻഡ്സ് ഓൺ വൺ ഓഫ് ദീസ് ലെറ്റേഴ്സ്, അങ്ങനെ ഷഗിന് ഇതിലൊരു ലെറ്റർ ലഭിക്കുകയാണ്. ആൻഡ് ദേ ഫൈൻഡ് ഇറ്റ് ഈസ് ഫ്രം നിറ്റി, അത് നിറ്റിയിൽ നിന്നുള്ളതാണെന്ന് അവർ കണ്ടെത്തുകയും ചെയ്യുന്നു. സെർച്ചിങ് ത്രൂ മിസ്റ്റർ ഡാഷസ് ട്രങ്ക്, മിസ്റ്റർ ഡാഷിൻ്റെ ട്രങ്ക് ചെക്ക് ചെയ്തപ്പോൾ, ട്രങ്ക് എന്ന് പറഞ്ഞാൽ ഒരു തരം പെട്ടി, സിലി ആൻഡ് ഷഗ് ഫൈൻഡ് ഡസൻസ് ഓഫ് ലെറ്റേഴ്സ് ദാറ്റ് നെറ്റി ഹാസ് സെൻറ്റ് ടു സിലി ഓഫ് ദ ഇയേഴ്സ്. വർഷങ്ങളായി നെറ്റി സിലിക്ക് അയച്ചുകൊണ്ടിരിക്കുന്ന ഡസൻ കണക്കിന് ലെറ്റേഴ്സ് ഷഗും സിലിയും കണ്ടെത്തുകയാണ്. ഓവർകം വിത്ത് ഇമോഷനോടുകൂടി സിലി റീഡ്സ് ലെറ്റർ ഇൻ ഓർഡർ, സിലി ലെറ്റേഴ്സ് ഓർഡറിൽ ഇങ്ങനെ വായിക്കുന്നു. വോണ്ടറിങ് ഹൗ ടു കീപ്പ് ഹെർസെൽഫ് ഫ്രം കില്ലിങ് മിസ്റ്റർ ഡാഷ്, മിസ്റ്റർ ഡാഷ് നെറ്റിയെ കൊല്ലുന്നതെന്നും എങ്ങനെയാണ് നെറ്റി തന്നെ സൂക്ഷിച്ചു വെക്കുന്നത്, രക്ഷപ്പെടുന്നത് എന്നിങ്ങനെ അത്ഭുതപ്പെട്ടുകൊണ്ട് ആ കത്തുകൾ ഓർഡറായി സിലി വായിച്ചു കൊണ്ടിരുന്നു. ദ ലെറ്റേഴ്സ് ഇൻഡിക്കേറ്റ് ദാറ്റ്, ലെറ്റേഴ്സിലുള്ളത് നെറ്റി ബിഫ്രൻറ്റഡ് എ മിഷണറി കപ്പിൾ, ഒരു മിഷണറി കപ്പിളിനെ ഇവിടെ ചങ്ങാത്തം കൂടിയിട്ടുണ്ട്. സാമുവൽ ആൻഡ് കോറിൻ, അതാണ് അവരുടെ പേര്. ആൻഡ് ട്രാവൽഡ് വിത്ത് ദം ടു ആഫ്രിക്ക ടു ഡു മിനിസ്ട്രി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോടൊപ്പം അവൾ ആഫ്രിക്കയിലോട്ട് യാത്ര പോയിട്ടുണ്ട്. സാമുവൽ ആൻഡ് കോറിൻ ഹാവ് 2 അഡോപ്റ്റഡ് ചിൽഡ്രൻ, അവർക്ക് രണ്ടുപേർക്കും 2 അഡോപ്റ്റ് ചെയ്ത കുട്ടികളുണ്ട്. ഒലീവിയ ആൻഡ് ആദം എന്നാണ് അവരുടെ പേര്. നെറ്റി ആൻഡ് കോറിൻ ബിക്കം ക്ലോസ് ഫ്രണ്ട്സ്, രണ്ടുപേരും ക്ലോസ് ഫ്രണ്ട്സ് ആവുന്നുണ്ട്. ബട്ട് കോറിൻ നോട്ടീസിങ് ദാറ്റ് ഹെർ അഡോപ്റ്റഡ് ചിൽഡ്രൻ റിസംബിൾ നെറ്റി, തൻ്റെ കുട്ടികൾ നെറ്റിയോടൊരു സാദൃശ്യം തോന്നുന്നുണ്ട്, രണ്ടുപേരെയും കണ്ടിട്ട് നെറ്റിയെ പോലെ തോന്നുന്നു. അങ്ങനെ വണ്ടേഴ്സ് ഇഫ് നെറ്റി ആൻഡ് സാമുവൽ ഹാവ് എ സീക്രട്ട് പാസ്റ്റ്, നെറ്റിക്കും സാമുവലിനും തമ്മിൽ ഒരു സീക്രട്ടായിട്ടുള്ള പാസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് അവൾ സംശയിക്കുന്നുണ്ട്. അതായത് നെറ്റിയെ പോലെ തോന്നുന്നുണ്ടല്ലോ കുട്ടികളെ, അപ്പോൾ രണ്ടുപേരും തമ്മിൽ ഒരു ബന്ധം മുമ്പുണ്ടായിരുന്നു എന്നുള്ളത് സംശയിക്കുന്നു കോറിൻ. ഇൻക്രീസിംഗ്ലി സസ്പീഷ്യസ്
വളരെയധികം സംശയത്തോടെ കോറിൻ സംശയാസ്പദമായ ഒരു അവസ്ഥയാണല്ലോ. അപ്പോൾ കോറിൻ ട്രൈസ് ടു ലിമിറ്റ് നെറ്റീസ് റോൾ വിത്തിൻ ഹെർ ഫാമിലി. അവർക്കിടയിലുള്ള അവരുടെ ഫാമിലിക്കിടയിലുള്ള നെറ്റിയുടെ റോളിന് ഒരു ലിമിറ്റ് വെക്കുകയാണ് കോറിൻ. നെറ്റി ബിക്കംസ് ഡിസില്യൂഷൻഡ് വിത്ത് ഹെർ മിഷണറി എക്സ്പീരിയൻസ്. നെറ്റി തൻ്റെ മിഷണറി എക്സ്പീരിയൻസിൽ വളരെയധികം നിരാശയാകുന്നു. ആസ് ഷി ഫൈൻഡ്സ് ദ ആഫ്രിക്കൻസ് സെൽഫ് സെൻറ്റേർഡ് ആൻഡ് ഒബ്സ്റ്റിനേറ്റ്. ആഫ്രിക്കൻസ് വളരെ സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള അതേപോലെ ഷാഠ്യമുള്ള ആളുകളാണെന്ന് അവൾ കണ്ടെത്തുമ്പോൾ വളരെയധികം നിരാശ തോന്നുന്നു. കോറിൻ ബിക്കംസ് ഇൽ വിത്ത് എ ഫീവർ. കോറിന് പനി വന്ന് രോഗിയാകുന്നു. നെറ്റി ആസ്ക് സാമുവൽ ടു ടെൽ ഹെർ ഹൗ ഹി അഡാപ്റ്റഡ് ഒലീവിയ ആൻഡ് ആദം. തൻ്റെ അഡാപ്റ്റ് ചെയ്ത 2 മക്കളുണ്ട്, അവരെ എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്തതെന്ന് സാമുവലിനോട് നെറ്റി ചോദിക്കുന്നു. ബേസ്ഡ് ഓൺ സാമുവൽസ് സ്റ്റോറി, സാമുവലിൻ്റെ സ്റ്റോറിയുടെ അടിസ്ഥാനത്തിൽ നെറ്റി റിയലൈസസ് ദാറ്റ് ദ 2 children ആർ ആക്ച്വലി സിലീസ് ബയോളജിക്കൽ ചിൽഡ്രൻ. 2 കുട്ടികളും ശരിക്കും സിലിയുടെ കുട്ടികളാണെന്ന്, ബയോളജിക്കൽ കുട്ടികളാണ്, സിലി പ്രസവിച്ച കുട്ടികളാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ലൈവ് ആഫ്റ്റർ ഓൾ, 2 പേരും ജീവിച്ചിരിപ്പുണ്ട്. നെറ്റി ഓൾസോ ലേൺസ്, ഒരു കാര്യം കൂടി നെറ്റി മനസ്സിലാക്കുന്നുണ്ട്, ദാറ്റ് അൽഫോൺസോ ഈസ് റിയലി ഓൺലി നെറ്റി ആൻഡ് സിലീസ് സ്റ്റെപ്പ് ഫാദർ. അൽഫോൺസോ എന്നുള്ള സിലിയെ പണ്ട് റേപ്പ് ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്തിരുന്ന മനുഷ്യൻ അവരുടെ സ്റ്റെപ്പ് ഫാദർ മാത്രമാണ്, ശരിക്കുള്ള ഫാദർ അല്ല എന്നുള്ളതും മനസ്സിലാക്കുന്നു. നോട്ട് ദ റിയൽ ഫാദർ. ദെയർ റിയൽ ഫാദർ വാസ് എ സ്റ്റോർ ഓണർ. അവരുടെ ശരിക്കുള്ള അച്ഛൻ ഒരു സ്റ്റോർ ഓണറായിരുന്നു. ഹൂം വൈറ്റ് മെൻ ലഞ്ചഡ് ബിക്കോസ് ദ റിസെൻറ്റഡ് ഹിസ് സക്സസ്. അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ നീരസപ്പെട്ടുകൊണ്ട് വെള്ളക്കാരായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ നിയമം നോക്കാതെ ശിക്ഷിക്കുകയാണ് പിന്നീട് ഉണ്ടായത്. അൽഫോൺസോ ടോൾഡ് സിലി, അൽഫോൺസോ സിലിയോട് പറഞ്ഞത് നെറ്റിയോടും പറഞ്ഞത് ഹി വാസ് ദ റിയൽ ഫാദർ എന്നായിരുന്നു. ബിക്കോസ് ഹി വാണ്ടഡ് ടു ഇൻഹെറിറ്റ് ദ ഹൗസ് ആൻഡ് പ്രോപ്പർട്ടി ദാറ്റ് വാസ് വൺസ് ദെയർ മദേഴ്സ്. ഒരിക്കൽ അവരുടെ അമ്മയുടേതായിരുന്നുള്ള സമ്പത്ത്, വീട്, അതൊക്കെ അദ്ദേഹത്തിന് ഉടമപ്പെടുത്തേണ്ടിയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. നെറ്റി കൺഫെസസ് ടു സാമുവൽ. അവസാനം നെറ്റി സാമുവലിനോടും കോറിനോടും പറയുന്നു ദാറ്റ് ഷീ ഈസ് ഇൻ ഫാക്ട് ദെയർ ചിൽഡ്രൻസ് ബയോളജിക്കൽ ഓണ്ട്. താൻ സിലിയുടെ അനിയത്തിയാണ്, അതായത് ഈ കുട്ടികളുടെ ബയോളജിക്കൽ ഓണ്ടാണ് എന്നുള്ളത് കാര്യം പറയുന്നു. ദ ഗ്രേവ്ലി ഇൽ കോറിൻ റിഫ്യൂസസ് ടു ബിലീവ് നെറ്റി. പക്ഷേ നെറ്റിയെ ഗുരുതരമായിട്ടുള്ള രോഗബാധിതയായിട്ടുള്ള കോറിൻ വിശ്വസിക്കുന്നില്ല. കോറിൻ ഡേയ്സ്, കോറിൻ മരണപ്പെടുന്നുണ്ട്. ബട്ട് ആക്സെപ്റ്റ്സ് നെറ്റീസ് സ്റ്റോറി ആൻഡ് ഫീൽസ് റീകൺസൈൽഡ് ജസ്റ്റ് ബിഫോർ ഹെർ ഡെത്ത്. മരണത്തിന് തൊട്ട് മുമ്പ് നെറ്റിയുടെ സ്റ്റോറി ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ തമ്മിൽ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രൂപത്തിലേക്ക് വരുന്നുണ്ട്. മീൻവൈൽ, അതേസമയം സിലി വിസിറ്റ്സ് അൽഫോൺസോ. അൽഫോൺസോയെ വിസിറ്റ് ചെയ്യുന്നു. ഹൂ കൺഫേംസ് നെറ്റീസ് സ്റ്റോറി. അങ്ങനെ നെറ്റിയുടെ സ്റ്റോറി കൺഫേം ചെയ്യുന്നുണ്ട്. അഡ്മിറ്റിംഗ് ദാറ്റ് ഹി ഈസ് ഓൺലി ദ വിമൻസ് സ്റ്റെപ്പ് ഫാദർ. അവരുടെ സ്റ്റെപ്പ് ഫാദർ മാത്രമാണ് എന്നുള്ള കാര്യം അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സിലി ബിഗിൻസ് ടു ലോസ് സം ഓഫ് ഹെർ ഫെയ്ത്ത് ഇൻ ഗോഡ്. സിലിക്ക് ദൈവത്തിലുള്ള വിശ്വാസം കുറഞ്ഞു വരുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട്. ബട്ട് ഷക്ക് ട്രൈസ് ടു ഗെറ്റ് ഹെർ ടു റീഇമാജിൻ ഗോഡ് ഇൻ ഹെർ ഓൺ വേ. പക്ഷേ ഷക്ക് അവളുടേതായ വഴിയിൽ ഗോഡിനെ റീഇമാജിൻ ചെയ്യാൻ പറയുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. റാദർ ദാൻ ഇൻ ദ ട്രഡീഷണൽ ഇമേജ് ഓഫ് ദ ഓൾഡ് ബിയർഡഡ് വൈറ്റ് മാൻ. താടി വെച്ചുള്ള വെള്ള മനുഷ്യൻ എന്നതിനേക്കാൾ ഉപരി മറ്റൊരാളായിട്ട് മറ്റൊരു രൂപത്തിൽ ഗോഡിനെ കാണാൻ പറയുന്നുണ്ട്. The mayor releases Sofia from her servitude 6 months early. നമ്മുടെ സോഫിയ ഇപ്പോൾ മേയറുടെ വേലക്കാരിയായിട്ട് തുടരുകയാണല്ലോ, ശിക്ഷയായിട്ട്. മേയർ ഇപ്പോൾ അവരെ റിലീസ് ചെയ്യുന്നുണ്ട്. 6 മാസങ്ങൾക്ക് മുമ്പ് തൻ്റെ അടിമത്തത്തിൽ നിന്നും അവർ റിലീസാക്കുന്നു. അറ്റ് ഡിന്നർ വൺ നൈറ്റ്, ഒരു രാത്രി ഡിന്നർ കഴിക്കുമ്പോൾ
സിലി ഫൈനലി റിലീസസ് ഹെർ പെൻഡപ്പ് റൈറ്റ്സ്. ഒരു ഡിന്നറിൻ്റെ സമയത്ത് അവസാനം സിലി തൻ്റെ കൂടി നിൽക്കുന്ന ആ ദേഷ്യക്കട്ട പുറത്തേക്ക് വിടുന്നുണ്ട്. ആംഗ്രിലി കേഴ്സിങ് മിസ്റ്റർ ഡാഷ് ഫോർ ഹിസ് ഇയേഴ്സ് ഓഫ് അബ്യൂസ്. വർഷങ്ങളായി തന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ആ മിസ്റ്റർ ഡാഷിന് നേരെ അവൾ ദേഷ്യത്തോടെ ശക്തമായി പെരുമാറുന്നുണ്ട്. ഷഗ് അനൗൺസസ് ദാറ്റ് ഷീ ആൻഡ് സിലി ആർ മൂവിങ് ടു ടെന്നീസ്. ഷഗും സിലിയും ടെന്നീസിലോട്ട് പോവുകയാണെന്നും ഷഗ് പറയുന്നു. ആൻഡ് സ്ക്വീക്ക് ഡിസൈഡ്സ് ടു ഗോ വിത്ത് ദം. സ്ക്വീക്കും അവരോടൊപ്പം പോകാൻ തീരുമാനിക്കുന്നു. ഇൻ ടെന്നീസ് സിലി സ്പെൻഡ്സ് ഹെർ ടൈം ഡിസൈനിങ് ആൻഡ് സ്വയിങ് ഇൻഡിവിജ്വലി ടൈലർഡ് പെയർസ് ഓഫ് പാൻസ്. സിലി അവിടെ ടെന്നീസിൽ തൻ്റെ സമയം ചെലവഴിക്കുന്നത് ഡിസൈൻ ചെയ്തുകൊണ്ടും തുന്നൽ നടത്തിക്കൊണ്ടും അവർ സമയം ചിലവഴിക്കുന്നു. ഇവഞ്ച്വലി ടേണിങ് ഹെർ ഹോബി ഇൻ ടു എ ബിസിനസ്. അവളുടെ ഹോബി ബിസിനസ്സിലോട്ട് തിരിയുന്നു. അവസാനം സിലി റിട്ടേൺസ് ടു ജോർജിയ. ജോർജിയയിലോട്ട് മടങ്ങുകയാണ് സിലി ഫോർ എ വിസിറ്റിന് വേണ്ടിയിട്ട്. ആൻഡ് ഫൈൻഡ്സ് ദാറ്റ് മിസ്റ്റർ ഡാഷ് ഹാസ് റിഫോംഡ്. മിസ്റ്റർ ഡാഷ് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, മാറിയിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തുന്നു. ഇസ് വൈസ് ആൻഡ് ദാറ്റ് അൽഫോൺസോ ഹാസ് ഡൈഡ്. അൽഫോൺസോ മരിച്ചിട്ടുണ്ടെന്നും. അൽഫോൺസോസ് ഹൗസ് ആൻഡ് ലാൻഡ് ആർ നൗ ഹേഴ്സ്. അൽഫോൺസോയുടെ വീടും ഭൂമിയുമൊക്കെ ഇപ്പോൾ അവളുടേതാണ്. സോ ഷീ മൂവ്സ് ദേർ. അവിടേക്ക് മൂവ് ചെയ്യുന്നു. Meanwhile, Nettie and Samuel marry and prepare to return to America. അതേസമയം നെറ്റിയും സാമുവലും വിവാഹിതരാവുകയും അമേരിക്കയിലോട്ട് മടങ്ങി വരികയും ചെയ്യുന്നു. ബിഫോർ ദ ലീവ് അവർ അവിടെ വിടുന്നതിന് മുമ്പ് സാമുവൽസ് സണ്ണ് ആദം മാരീസ് താഷിയെ വിവാഹം കഴിക്കുന്നു. നാറ്റീവ് ആഫ്രിക്കൻ ഗേൾ ആയിട്ടുള്ള താഷിയെ ആദം വിവാഹം കഴിക്കുന്നു. Following African tradition, Tashi undergoes the painful rituals of female circumcision. ഫീമെയിൽ circumcision എന്നുള്ള ചേലാകർമ്മം നടത്തുക എന്നൊക്കെ പറയും. അതിൻ്റെ വളരെ വേദനാജനകമായുള്ളൊരു റിച്വലിന്, ആചാരത്തിന് വിധേയാവുകയാണ് താഷി. ആൻഡ് ഫേഷ്യൽ സ്കാരിങ് എന്നുള്ളൊരു ഇതുണ്ട്. രണ്ടും അവിടുത്തെ ഒരു ആചാരമാണ്. ഇൻ സോളിറ്റാരിറ്റി, അവളുമായി ദാഢ്യം നടത്തിക്കൊണ്ട് ആദം അണ്ടർഗോസ് ദ സെയിം ഫേഷ്യൽ സ്കാരിങ് റിച്വലിനും വേണ്ടിയിട്ട് ആദം വിധേയനാകുന്നുണ്ട്. സില്ലി ആൻഡ് മിസ്റ്റർ ഡാഷ് റീകൺസൈൽ. രണ്ടുപേരും യോജിക്കുന്നു. ആൻഡ് ബിഗിൻ ടു ജെന്യുവൻലി എൻജോയ് ഈച്ച് അതേഴ്സ് കമ്പനി. രണ്ടുപേരുടെയും കമ്പനി ആത്മാർത്ഥമായി ആസ്വദിക്കാനും അവർ ആരംഭിക്കുന്നു. നൗ ഇൻഡിപെൻഡൻറ്റ് ഫിനാൻഷ്യലി, സ്പിരിച്വലി ആൻഡ് ഇമോഷണലി, എല്ലാം ഇൻഡിപെൻഡൻ്റാണ്. സിലി ഈസ് നോ ലോങ്ങർ ബോതേഡ് ബൈ ഷഗ്സ് പാസിംഗ് ഫ്ലിങ്സ് വിത്ത് യങ്ങർ മെന്നുമായിട്ടുള്ള ഷഗിൻ്റെ അത്തരം പ്രവർത്തികൾ അവൾക്ക് ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല. സോഫിയ റീമാരീസ് ഹെർപ്പോയെ വിവാഹം കഴിക്കുകയാണ് സോഫിയ. ആൻഡ് നൗ വർക്ക്സ് ഇൻ സിലീസ് ക്ലോത്തിങ് സ്റ്റോർ. സിലിയുടെ ക്ലോത്തിങ് സ്റ്റോറിൽ രണ്ടുപേരും വർക്ക് ചെയ്യുന്നു. നെറ്റി ഫൈനലി റിട്ടേൺസ് ടു അമേരിക്ക. രണ്ടുപേരും അമേരിക്കയിലോട്ട് റിട്ടേൺ അടിക്കുന്നു വിത്ത് സാമുവൽ ആൻഡ് ദ ചിൽഡ്രൻ. കുട്ടികളോടൊപ്പം സാമുവലിനോടൊപ്പം രണ്ടുപേരും അമേരിക്കയിലോട്ട് വരുന്നു. ഇമോഷണലി ഡ്രൈൻഡ് ബട്ട് എക്സ്ഹിലറേറ്റഡ് ബൈ ദ റീയൂണിയൻ വിത്ത് ഹെർ സിസ്റ്റർ. രണ്ടുപേരും ഇപ്പോൾ ഒരുമിച്ചിട്ടുണ്ട്. സിലി നോട്ട്സ് ദാറ്റ് though she and Nettie are now old, രണ്ടുപേരും ഇപ്പോൾ ഓൾഡായിട്ട് മാറിയിട്ടുണ്ടെങ്കിലും വയസ്സത്തികളായിട്ടുണ്ടെങ്കിലും ഷീ ഹാസ് നെവർ ഇൻ ലൈഫ് ഫെൽറ്റ് യങ്ങർ. അവർക്ക് ഒരിക്കലും ജീവിതത്തിൽ യങ്ങറായിട്ട് ഫീൽ ചെയ്തില്ല. എന്ന് വെച്ചാൽ ആ കഥയുടെ ഒരു ട്വിസ്റ്റായിട്ടുള്ള ഒരു എൻഡിങ് ആണത്. ഇതോടുകൂടി കളർ പേർപ്പിൾ അവസാനിക്കുന്നു. ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ സെർച്ച് ചെയ്യാവുന്നതാണ്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.